ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഷമീറുദ്ദീൻ അൽസൈത്തൂൻ, ഫാർമസി കൽബ ഫുജേറ. നമ്മുടെ ശരീരത്തിൽ 90% ഡാമേജ് സംഭവിച്ചാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഏകൊരു അവയവം ലിവറാണ്. 66% ഫാറ്റ് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് നമ്മൾ ഫാറ്റി ലിവർ ഗ്രേഡ് 1 എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫാറ്റ് 66% നിറഞ്ഞിരിക്കും. അതേപോലെ ചെറിയ ചെറിയ കുരുക്കൾ പോലെ ബബിൾസ് പോലെ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റില്ല. ഒരു സ്കാനിങ്ങിലൂടെ മാത്രമാണ് അത്തരത്തിലുള്ള ഫാറ്റി ലിവറുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ 66% മുകളിലായി 70-75% വരുമ്പോഴത്തേക്കും കൂടുതൽ ഫോളിക്കിൾസുകൾ അല്ലെ ബബിൾസുകൾ ഉണ്ടാകുന്നു. ലിവറിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ തുടങ്ങുന്നു. ബ്ലഡ് ടെസ്റ്റിലും കൂടെ അറിയാൻ പറ്റും. SGPT, SGOT എൻസൈം ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് വേരിയേഷൻസുകൾ കണ്ടു തുടങ്ങുന്നു. അതും കഴിഞ്ഞ് സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ അത് 100%ഉം ഫാറ്റ് അടിഞ്ഞ് ലിവറിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവുന്നൊരവസ്ഥയിലാണ്. ചില ആളുകളിൽ ഗ്രേഡ് 3 ആകുമ്പോഴാണ് ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുള്ളൂ. അതുവരെ കാണിച്ചു തുടങ്ങില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫൈബ്രോസിസ് ആയിട്ട് പിന്നെ ലിവർ ചുരുങ്ങാൻ തുടങ്ങും. ലിവർ ചുരുങ്ങി സിറോസിസിലേക്കെത്തും, പിന്നെ ക്യാൻസറിലേക്കെത്തും, പിന്നെ അതേപോലെ ലിവർ ഫെയിലിയറിലേക്ക് വരും. സാധാരണഗതിയിൽ ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ആയിക്കഴിഞ്ഞാലൊന്നും നിങ്ങൾ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. വേറെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ വേണ്ടിയിട്ടോ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോഴാണ് ഇത് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ബ്ലഡ് ഷുഗറിൻ്റെയോ ബ്ലഡ് പ്രഷറിൻ്റെയോ മെഡിസിൻസ് കഴിച്ചിട്ട് അത് കൺട്രോളിലേക്ക് വരാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടോ? എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഫാറ്റി ലിവർ ഉള്ള അവസ്ഥയിൽ ഷുഗറിന് എത്ര മെഡിസിൻ കഴിച്ചിട്ട് കാര്യമില്ല, അത് കറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യില്ല. അതേപോലെ BP-യുടെ മരുന്നുകൾ കഴിച്ചാലും കുറയില്ല. ഇപ്പോൾ കൊളസ്ട്രോൾ ലെവലുകളോ ട്രൈഗ്ലിസറൈഡ് ലെവലുകളോ ഒരിക്കലും കുറയില്ല ഈ ഫാറ്റി ലിവർ ഉള്ള അവസ്ഥയിൽ. തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണ്ട രീതിയിലുള്ള സ്കാനിങ്ങൾ ചെയ്തിട്ട് അത് കണ്ടുപിടിച്ചതിന് തക്കതായ മെഡിസിൻസ് നിങ്ങൾ കഴിക്കുക. ഒരിക്കലും ഫാറ്റി ലിവർ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു അവസ്ഥയല്ല. ഗ്രേഡ് 1 ഗ്രേഡ് 2 അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഫാറ്റി ലിവർ കാണുക. മുമ്പ് വീഡിയോയിൽ ഫസ്റ്റിൽ പറഞ്ഞ പോലെ 90% ആയിക്കഴിഞ്ഞാലും റിക്കവറി ചെയ്യാൻ പറ്റുന്ന ഒരു അവയവമാണല്ലോ ലിവർ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് മൈൻഡ് ചെയ്യാതെ വിടാതിരിക്കുക. പിന്നീടുള്ള വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിൻ്റെ, അതായത് സ്റ്റേജ് 1 സ്റ്റേജ് 2 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്നായിരിക്കും സ്റ്റേജ് 3 ലിവർ ഫെയിൽ ആവുന്ന അവസ്ഥയിലേക്കും വരുന്നത്. എങ്ങനെയാണ് നമുക്ക് ഫാറ്റി ലിവറിനെ ചെറുക്കാൻ പറ്റുക? നല്ല രീതിയിലുള്ള വ്യായാമം, ഉറക്കം, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ട്രാൻസ് ഫാറ്റ് ഫുഡുകൾ അടങ്ങാൻ പാടില്ല. ഹൈ കോൺസെൻട്രേറ്റഡ് കോൺ സിറപ്പുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, ബേക്കറി സാധനങ്ങൾ, പാനീയങ്ങൾ, കോള പോലത്തെ പാനീയങ്ങൾ, അധികം മധുരം അടങ്ങിയ പാനീയങ്ങൾ കുടിക്കാണ്ടിരിക്കുക. കാർബോഹൈഡ്രേറ്റുകൾ തന്നെ അധികം എടുക്കാണ്ടിരിക്കുക. ആവശ്യത്തിന് മാത്രം കുറച്ച് രീതിയിൽ എടുക്കുക. ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഒമേഗ 3 കഴിക്കുക. നത്തോലി പോലത്തെയും ചാള പോലത്തെയും മീനുകളിൽ ഒരുപാട് ഒമേഗ 3കളുണ്ട്. ഒമേഗ 3യെ കുറിച്ച് ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഫാറ്റി ലിവർ ആണെന്ന് ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക. 20 കിലോക്ക് 1 ലിറ്റർ എന്ന കണക്കിൽ 50 കിലോ ഉള്ള ആള് തീർച്ചയായിട്ടും 4 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക. 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ നിങ്ങൾ വ്യായാമം ചെയ്യുക. വ്യായാമം വെറും നടത്തം ശരിക്കും ഒരു വ്യായാമമല്ല. നമ്മൾ നടക്കുമ്പോൾ ശരീരം അറിഞ്ഞിരിക്കണം. ഹാർട്ട് റേറ്റ് ഒക്കെ കൂടുന്ന രൂപത്തിൽ, വിയർക്കുന്ന രൂപത്തിൽ ചെയ്താൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ. കാർഡിയാക് എക്സസൈസ് തന്നെ ചെയ്യുക. നമ്മൾ ഹാർട്ട് റേറ്റ് കൂടുന്ന രൂപത്തിൽ, നല്ല രീതിയിൽ വിയർക്കുന്ന രൂപത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുക. ഫൈബർ അടങ്ങിയ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുക. ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെന്റ്സുകൾ കഴിക്കുക. അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പറയാം സപ്ലിമെന്റ്സ് ഏതൊക്കെയാണ് കഴിക്കേണ്ടത്, ഡോക്ടേഴ്സ് ഏതൊക്കെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസുകൾ, അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ എന്തായാലും പറയുന്നതാണ്. കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ ചാനലാണ് യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഫോളോ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.